കുമരകത്ത് ഈ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ മേൽവസ്ത്രം ഇട്ടുകൊണ്ട് ജനങ്ങൾക്ക് അല്ലെ ഭക്തജനങ്ങൾക്ക് ആരാധനാ സ്വാതന്ത്ര്യം അല്ലെ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ട് അവർക്ക് ആരാധന നടത്തുന്നതിന് വേണ്ടി ഭഗവാനെ തൊഴുന്നതിനും അല്ലെങ്കിൽ നേർച്ചകളും വഴിപാടുകളും നടത്തുന്നതിന് വേണ്ടി നേരിട്ട് ക്ഷേത്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കുന്നതിനുള്ളൊരവസരമാണെന്ന് നൽകിയിരിക്കുന്നത്. അത് എന്തുകൊണ്ടും വളരെ ഞങ്ങളുടെ ഈ ഭരണസമിതിക്ക് ഒരു നേട്ടം തന്നെയാണ്. അത് പലവട്ടം ഇതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ധൈര്യപൂർവ്വം ഈ പദ്ധതി ഇത് നടപ്പാക്കാനായിട്ട് ഞങ്ങളുടെ ഭരണസമിതി എടുത്ത ആർജവും ഞങ്ങളുടെ പ്രസിഡൻ്റ് അടക്കം അല്ലെങ്കിൽ മറ്റ് എക്സിക്യൂട്ടീവ് അടക്കം പറഞ്ഞ കമ്മിറ്റി അംഗങ്ങളുടെ മാനേജിങ് കമ്മിറ്റി അടക്കമുള്ള എല്ലാവർക്കും അതിന് തുല്യമായ പ്രാധാന്യമുണ്ട്. അവരുടെ എല്ലാം സഹകരണം കൊണ്ടാണ് ഇത് നടപ്പാക്കാൻ പറ്റിയത്. ഇത് ശ്രീകുമാരമംഗലം ദേവസ്വം കമ്മിറ്റി എടുത്ത തീരുമാനം ഞങ്ങളുടെ പരമോന്നത നീതിപീഠമായ ദേവസ്വം പൊതുയോഗം, അതായത് 200-ൽ പരം ആളുകൾ വരുന്ന പൊതുയോഗത്തിൽ അവതരിപ്പിക്കുകയും ആ പൊതുയോഗം ഏകകണ്ഠമായി തന്നെ ഇതിന് അംഗീകാരം നൽകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് വളരെ ചാരിതാർത്ഥ്യമുണ്ട് ഇത് നടപ്പാക്കിയതിലുള്ള. കേരളത്തിൽ ഇത് വളരെയധികം ചർച്ചാ വിഷയമായ ഒരു കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്കറിയാം. എന്തുകൊണ്ടും എന്തായാലും ഞങ്ങളുടെ ഒരു ഭരണ നേട്ടമായി തന്നെ ഇതിനെ ഞങ്ങൾ കാണുകയാണ്. അതുപോലെ അനാചാരങ്ങൾ നടത്താൻ ഒരിക്കലും ഗുരുദേവൻ പറഞ്ഞിട്ടില്ല. ആ അനാചാരങ്ങൾക്കെതിരെയുള്ള ഒരു ചുവടുവയ്പായി തന്നെ ഇതിനെ ഞങ്ങൾ കണ്ടുകൊണ്ട് എല്ലാവരെയും ഈ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരണമെന്ന് മാത്രം ഞങ്ങളും ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട്